അപ്പം ചേന വെക്കുന്ന രീതി എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ വെക്കുന്ന രീതി ഒന്ന് കാണിക്കുകയാണ്. ഇങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ കാണിക്കുകയാണ്. അപ്പം ഞാൻ ഇതൊന്നുകൂടെ ഒന്ന് കാണിക്കാം. അപ്പം നല്ല വിസ്താരത്തിലാകണം കുഴി എടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചേനയ്ക്ക് 4 സൈഡിലും വേര് ഓടണം. അപ്പം നല്ല വിസ്താരത്തിലാണ് കുഴി എടുത്തേക്കുന്നത്. അപ്പം ചേന ഞാൻ നേരെ ഇപ്പം ഞാൻ വെക്കാം. ചേന ആദ്യം ഞാനിച്ചിരി കുറച്ച് ചാരം ഇട്ടു, അതിൻ്റെ കൂടെ ഇച്ചിരി മണ്ണിട്ടു, അതിൻ്റെ കൂടെ ചാണകപ്പൊടി ഇട്ടു, എല്ലാം കൂടെ മിക്സ് ചെയ്തു. വലിയ കട്ടയൊക്കെ വരുന്ന മാറ്റും. എല്ലാം മിക്സ് ചെയ്തിട്ട് നടുപ്പാ ഒരു കുഴി വെച്ചു. എന്നിട്ട് ചേന ഞാനിങ്ങോട്ട് ഇറക്കി വെക്കുന്നു, ഈ കണക്കിന് വെക്കുന്നു. ചേന നേരെ ഇരിക്കണം. ഉണ്ടോ? അപ്പോൾ ആ ഇളക്കിയ വളത്തിൻ്റെ മണ്ണ് ഇതിൻ്റെ മണ്ട വരെ നമുക്ക് ചെയ്തു. ഞാൻ നടന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. എല്ലാവരും നടന്നെങ്കിലും ആയിരിക്കത്തില്ല. അപ്പം ഇതിൻ്റെ മണ്ട വരെ വന്നു. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് ചാണകപ്പൊടി, ചാരം, മണ്ണും എല്ലാം മിക്സ് ചെയ്ത് നടുക്കൊരു കുഴി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കണം. അപ്പം ചേന ഇറക്കി വെച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ടേനെ വീണ്ടും ചാരം ഒന്നുകൂടെ ഇടുന്നു, വീണ്ടും ചാണകപ്പൊടി ഇടുന്നു, വീണ്ടും മണ്ണിടുന്നു. അപ്പോൾ വലിയ കട്ടയ്ക്ക് നമ്മൾ പറക്കി മാറ്റിയേക്കാം. കാരണം വേര് ഉറങ്ങിയത്. അതാ നമുക്കറിയാം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടെ ആണ്. അപ്പം അതിൻ്റെ 4 സൈഡിൽ നിന്ന് ചവിട്ടി പറപ്പിച്ചു. എന്നിട്ട് വീണ്ടും ഇച്ചിരി മണ്ണിടും. കല്ലൊന്നും ഇടല്ലേ, മണ്ണിടും. മണ്ണിട്ട് അത് കഴിഞ്ഞ് ചപ്പിടണം. ചപ്പ നമുക്ക് ആവശ്യത്തിനുണ്ട് ചപ്പിടണം. അതായത് ചപ്പ നമുക്ക് കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ചപ്പ നമുക്ക് ആവശ്യത്തിന് ചപ്പ അങ്ങനെ ആവശ്യമില്ല. അപ്പോൾ തറവാട്ടിൽ കിടക്കണം. ചേന കിളിച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ ചപ്പും വളമൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ നടന്ന രീതി. എല്ലാവരും പല രീതിയിലായിരിക്കും നടന്നത്. ഞാൻ നടന്ന രീതി ഇങ്ങനെയാണ്. ഞാൻ പണ്ട് മുതലേ നടന്ന രീതി ഇങ്ങനെയാണ്. അത് ചേനയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല വിസ്താരത്തിൽ കുഴിയാണ് കിട്ടിയത്. വേര് വരണം, പിന്നെ ഇടയ്ക്ക് മണ്ണിളക്കി ഇറക്കണം, കല്ലും കട്ടയൊന്നും വീഴാൻ പാടില്ല എന്നാണ് ചെയ്തേക്കുന്നത്. അപ്പം ഞാനൊരു 5 മൂട് നട്ടു, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. 5 മൂടാണ് നട്ടു. കണ്ടോ? 1, 2, 3, 4, 5 അങ്ങനെ 5 മൂട് നട്ടു. അപ്പം നല്ല വിസ്താരത്തിൽ കുഴിയെടുക്കുക. എന്നിട്ട് ചാരവും ചാണകപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക, മണ്ണൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നടുക്ക് കുഴിയെടുത്തിട്ട് ചേന അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് മോൾഭാഗം വരെ മണ്ണിടുക. മണ്ണിട്ട് വെച്ചപ്പോൾ ചവിട്ടി ഉറപ്പിച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ബാക്കിയുള്ള ചാരവും മണ്ണൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇടുക. ഇട്ട് വീണ്ടും ഒന്നുകൂടി ചെറുതായിട്ട് ചവിട്ടി ഉറപ്പിച്ചിട്ട് കരിയിലെല്ലാം വാരി ഉറപ്പിക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ.